സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ലൈവ് അറ്റ് 6 നോക്കാം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞു. ആര്യാടൻ ഷൌക്കത്തിനെതിരെ എം സ്വരാജ് മത്സരിക്കും. തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകുമെന്ന് സ്വരാജ്. നിലമ്പൂരിൽ പാർട്ടി പ്രവർത്തകരുടെ പ്രകടനം. ഇന്ന് രാവിലെ പോലും കോൺഗ്രസിൽ നിന്ന് CPM സ്ഥാനാർത്ഥികളെ തേടിയെന്ന് BD സതീശൻ. അൻവർ ഇപ്പോഴും തൃശങ്കുവിൽ തന്നെ. UDF യോഗം അല്പസമയത്തിനകം. മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവറിന് മുന്നിൽ വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ലെന്ന് BD സതീശൻ. അൻവർ ഇടതുപക്ഷത്തെ ഒറ്റിയ യൂദാസ് എന്ന് MV ഗോവിന്ദൻ. കറിവേപ്പിൽ ആന്റിബയോട്ടിക് എന്ന മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ മറുപടി. സംസ്ഥാനത്ത് 7 ജീവനുകൾ എടുത്ത് പെരുമഴ. കോട്ടയം പാറയ്ക്കൽ കടവിൽ മീൻപിടുത്തത്തിനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. വിഴിഞ്ഞത്തും മുനമ്പത്തും വള്ളം മറിഞ്ഞ് മരണം. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. മംഗലാപുരത്ത് മണ്ണിടിഞ്ഞ് വീണ് 4 മരണം. പാകിസ്ഥാൻ യാചിച്ചതുകൊണ്ട് ഇന്ത്യ വെടിനിർത്തിയെന്ന് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും മോദി. പാക് ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ വീട്ടിലെത്തി അമിത്ഷാ. INS വിക്രാന്തിലെത്തി നാവികരെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം നൽകേണ്ടത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിപ്പിച്ചപ്പോൾ ലഭിക്കേണ്ട തുക. സർക്കാരിന് കോടതിയുടെ രൂക്ഷ വിമർശനം. അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ആദിവാസി വയോധികന്റെ വാരിയെല്ലിന് പരുക്ക്. കഞ്ചിക്കോട് അടിമാലിയിലും ജനവാസ മേഖലയിലും കാട്ടാന. IPL-ൽ ഇന്ന് എലിമിനേറ്റർ പോരാട്ടം. മുംബൈ ഗുജറാത്തിനെ നേരിടും. ജയിക്കുന്ന ടീം ഞായറാഴ്ച പഞ്ചാബിനെ നേരിടും. മത്സരം രാത്രി 7:30 ചണ്ഡീഗഡിൽ. നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞു. നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന പോരാട്ടമാകും നിലമ്പൂരിലേതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രഖ്യാപനത്തെ തുടർന്ന് നിലമ്പൂരിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. കോൺഗ്രസ് നേതാക്കൾ വരെ താൻ മത്സരിക്കണമെന്ന് പറഞ്ഞതിൽ ചാരിതാർത്ഥ്യമെന്ന് എം സ്വരാജ് ന്യൂസ് 18നോട്. പോരാട്ടം അൻവറിനെതിരെയല്ല, രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയാണെന്നും സ്വരാജ് പറഞ്ഞു. നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക അദ്ദേഹത്തിന് കർഷക സംഘം കൈമാറിയിരിക്കുന്നു. പൊതുവെ താങ്കൾ സുമുഖനാണ്, ഇന്ന് ഇരട്ടി സുമുഖത, അങ്ങനെ പറയാമോ? അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്.
ഇപ്പോൾ മറ്റൊരാൾ സുമുഖനാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സത്രയും സുന്ദരമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ആളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ പാർട്ടി തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ പാർട്ടി ഒരു പ്രത്യേക ദൌത്യം ഏൽപ്പിച്ചിരിക്കുന്നു. അഭിമാനത്തോടെ അത് ഏറ്റെടുക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങളുടെ പിന്തുണയോടെ LDF-നെ വിജയത്തിലെത്തിക്കുന്നതിൽ ഒരു ഭാഗമാവാൻ എനിക്കും സാധിക്കുന്നു എന്നത് തീർച്ചയായും ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യം. ഒരു കാര്യം, ഇത് ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കുമോ അതോ അൻവർ ഉയർത്തിയ നിലപാടിനുള്ള വിലയിരുത്തലായിരിക്കും അവിടുത്തെ വിജയം? ഏത് തെരഞ്ഞെടുപ്പിലും ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ LDF-ന്റെ നിലപാട്, ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളും ജനങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമാവും. അപ്പോൾ അവിടെ അതിൽ ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടമായി കൂടെ മാറുകയില്ല, കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നതിന് അപ്പുറത്തേക്ക് അൻവറുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായി LDF-ന്റെ ഈ പോരാട്ടം മാറില്ല? ഒരിക്കലും മാറില്ല. വ്യക്തിപരമായ ഏറ്റുമുട്ടലേ അല്ല ഇത്. ഗുസ്തിയൊന്നും അല്ലല്ലോ, തെരഞ്ഞെടുപ്പാണ്. അൻവർ രാജിവെച്ചതുകൊണ്ടാണ്. ആശയങ്ങൾ, നിലപാടുകൾ തമ്മിലുള്ളതാണ്. ഇപ്പോ നിങ്ങൾ പറഞ്ഞ മുൻ MLA-യുടെ കാര്യമാണെങ്കിലും UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യമാണെങ്കിലും ഒക്കെ വ്യക്തിപരമായി ഇവരുമായെല്ലാം സൗഹൃദമുള്ള ആളാണ് ഞാൻ. വ്യക്തിപരമായ ഒരു ശത്രുതയോ ഈർഷ്യയോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമല്ല. അതൊന്നും ആരോഗ്യകരമായ നിലയുമല്ല. ഞങ്ങളുടെ നിലപാടുകൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് ജനങ്ങളുമായി സംവദിക്കും. ആ നിലയിലാണ് ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുക. ഒരു കാര്യം കൂടി, ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിച്ചിരുന്നത് ഇടതുപക്ഷം OLX-ൽ സ്ഥാനാർത്ഥിയെ തേടുകയാണെന്ന്. എന്താണ് അവർക്കുള്ള മറുപടി? സത്യത്തിൽ അത് മറുപടി അർഹിക്കുന്നേയില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് എപ്പോഴും ആശയങ്ങൾ തമ്മിലുള്ള ഒരു സമരമാണ് വേണ്ടത്. വ്യത്യസ്തമായ ആശയങ്ങൾ ഏറ്റുമുട്ടുമ്പോഴാണ് തിളക്കം കൂടുക. ആശയങ്ങൾ, പരിഹാസം, അധിക്ഷേപം, പരദൂഷണം, ഭീഷണി, വെല്ലുവിളി, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടതാണ്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ നിലവാരം ഉയർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാവണം എന്ന് തീരുമാനിക്കുന്നത് ആ മുന്നണിയാണ്. കേരളത്തിൽ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മറ്റൊരു മുന്നണി ഇന്നയാൾ മത്സരിക്കണം എന്ന് പറയുന്നത്? അങ്ങനെയില്ല. അതൊരു പൊതു മര്യാദ പക്വതയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഞാൻ മത്സരിക്കണം എന്ന ആവശ്യം വളരെ ശക്തമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തുകയാണ്. ഒരു നിലയിൽ നോക്കിയാൽ അതിൽ സന്തോഷമാണ്. കാരണം ഇവൻ മത്സരിക്കാൻ കൊള്ളരുതാത്തൊരുത്തനാണെന്നല്ല അവർ പറയുന്നത്, ഇയാൾ മത്സരിക്കണം എന്നാണ്. അപ്പൊ അവരുടെ കൂടി അംഗീകാരവും ആവശ്യവും എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞവരോട് ഞാൻ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥിയായിരിക്കുന്നു, നിങ്ങളിൽപ്പെട്ടവർക്കും പിന്തുണയ്ക്കാം. നമുക്ക് ഇടുങ്ങിയ ചിന്താഗതികൾ മാറ്റിവെക്കാം. നാടിന്റെ വികസനത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വിജയാശംസകളും. പൊതുസ്വീകാര്യനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കിട്ടാത്തതും എം സ്വരാജിന് വിജയസാധ്യതയുണ്ടെന്ന മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ഉറച്ച നിലപാടുമാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള CPM തീരുമാനത്തിന്റെ അടിസ്ഥാനം. പാർട്ടിക്ക് അടിത്തറയുള്ള മണ്ഡലത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാമെന്നതും അനുകൂല ഘടകമായി CPM കണ്ടു. രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായ മണ്ഡലങ്ങളിൽ പൊതുസ്വീകാരനെ തേടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതിയാണ്. 1957 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ജയവും പരാജയവുമായി മാറിയ നിരവധി സ്വതന്ത്ര പരീക്ഷണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി CPM ഈ തന്ത്രം പയറ്റാറുണ്ട്. അങ്ങനെ CPM-ന് കിട്ടിയതാണ് നിലമ്പൂരിലെ തുടർ ജയങ്ങൾ. PV അൻവർ വഴിപിരിഞ്ഞു പോയതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രന് വേണ്ടിയായിരുന്നു CPM-ന്റെ ആദ്യ അന്വേഷണം. വിജയസാധ്യതയും പൊതുസ്വീകാര്യതയുമുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM-ന് കഴിഞ്ഞില്ല. അൻവർ UDF-നുണ്ടാക്കിയ അസ്വസ്ഥതകൾ മുതലെടുക്കാൻ പാർട്ടി ചിഹ്നത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി എന്ന ആവശ്യം മലപ്പുറം ജില്ലാ ഘടകവും മുന്നോട്ട് വച്ചു. മലപ്പുറത്തു നിന്നുള്ള സംസ്ഥാന നേതാക്കളും ഇതേ നിലപാടാണ് എടുത്തത്. തുടർന്നാണ് CPM എം സ്വരാജ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതി കൂടി കിട്ടിയതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വരാജിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. PV അൻവർ UDF-ഉമായി സഹകരിക്കാൻ തീരുമാനിച്ചാലും സ്വരച്ചേർച്ചയുണ്ടാകില്ലെന്ന് CPM കണക്കുകൂട്ടുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവാണ് M സ്വരാജ്. രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം അവിടെ നിന്നുള്ള സഹായവും സ്വരാജിന് കിട്ടുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ CPM പ്രവർത്തകരും ഇടതുമുന്നണിയും വലിയ ആവേശത്തിലായി കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM ഉന്നത നേതൃത്വം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും. മണ്ഡലം നിലനിർത്താൻ എല്ലാ തന്ത്രങ്ങളും CPM പയറ്റുമെന്നുറപ്പ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള നേർക്കുനേർ രാഷ്ട്രീയ പോരാട്ടമായി മാറുന്നതോടെ നിലമ്പൂർ നിലനിർത്താമെന്നാണ് CPM പ്രതീക്ഷ. സമീപകാലത്ത് CPM ഏറ്റെടുത്ത ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ് നിലമ്പൂരിൽ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. അത് വിജയിച്ചാൽ CPM-നും സർക്കാരിനും അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതാകില്ല. പരാജയപ്പെട്ടാലും ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തിയെന്ന് ആശ്വസിക്കാം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയത് CPM-ന് നിവൃത്തികേട് കൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മറ്റാരെയും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇന്ന് രാവിലെ വരെയും കോൺഗ്രസ് ക്യാമ്പിൽ അവർ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചു. ഏതെതിരാളി വന്നാലും നേരിടാൻ UDF സജ്ജമെന്നും സതീശൻ. ഇത് നിവർത്തികേട് കൊണ്ട് മത്സരിപ്പിക്കുന്നതാണ്. നിവർത്തികേട് ആരെ കിട്ടാൻ ഇപ്പോഴും പാലക്കാട് പോലെ ആരെങ്കിലും കിട്ടുമോ എന്ന് ഇന്ന് രാവിലെ 11 മണിയെന്ന് ഞാൻ പറഞ്ഞതിലൊരു അർത്ഥമുണ്ട്. ഞാനത് ഈ പറഞ്ഞിട്ട് ഇവരാരെയാണ് അന്വേഷിച്ചത് എന്ന് പറഞ്ഞ അവരുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരാരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വന്ന് ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട്. ഇന്നൊരാളോട് പറഞ്ഞ് ഇന്ന് 11 മണിക്ക് മുമ്പ് വിവരം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ 11 മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊന്നും പേര് എന്നോട് പറയല്ല, ഞങ്ങളോട് പറയല്ലേ. നിലമ്പൂർ മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത്. സ്വരാജ് തന്റെ നല്ല സുഹൃത്താണ്. സൗഹൃദത്തിനെ തെരഞ്ഞെടുപ്പ് ബാധിക്കില്ല. എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലേ മത്സരമുള്ളൂ. PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF നേതൃത്വം പറയുമെന്നും ആര്യാടൻ ഷൌക്കത്ത്. നമ്മൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്കത് ഇനി കാണുന്ന കാര്യങ്ങളാണല്ലോ. എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശുഭാപ്തി വിശ്വാസത്തോടും വലിയ ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇറങ്ങുന്നത്. അതൊക്കെ എൻ്റെ നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വത്തിനോട് ചോദിച്ചാലാണ് കൃത്യവും യുക്തവും വ്യക്തവുമായ മറുപടികൾ ആ കാര്യത്തിൽ. LDF സ്ഥാനാർത്ഥി ശക്തനാണോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്ന് PV അൻവർ. സ്വരാജിന് മത്സരിക്കാമല്ലോ എന്നും താൻ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായിസത്തിനെതിരായ വികാരം നാട്ടിലുണ്ടെന്നും PV അൻവർ. നല്ല സ്ഥാനാർത്ഥിയാണ് അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാം. 23-ാം തീയതി നല്ല സ്ഥാനാർത്ഥിയായിട്ട് അൻവറും ഉണ്ടാവുമോ? അല്ല, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാന്നേ, അത് പറയാനായിട്ടില്ല. അൻവറിന് മുന്നണി കൊള്ളുമോ തള്ളുമോ? PV അൻവറും UDF-ഉം ധാരണയിലേക്ക് എന്നാണ് സൂചന. മാന്യമായ പരിഹാരം പ്രതീക്ഷിക്കുന്നതായി PV അൻവർ പ്രതികരിച്ചു. UDF നേതാക്കൾ ഒരു പകൽ കൂടി കാത്തുനിൽക്കാൻ അഭ്യർത്ഥിച്ചതായും അൻവർ പറഞ്ഞു. രാവിലെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് അൻവർ കടന്നതുമില്ല. ചില കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളോട് പറയേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട UDF-ന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകല് കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ. അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്.
അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്ന് അൻവർ ആദ്യം പറയട്ടെ എന്ന് വി ഡി സതീശൻ. അൻവറിന് മുന്നിൽ UDF വാതിൽ തുറന്നിട്ടുമില്ല, അടച്ചിട്ടുമില്ല. അൻവറുമായി ചർച്ച നടക്കുന്നത് അറിയില്ല എന്നും സതീശൻ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അങ്ങനെ തീരുമാനിച്ചാൽ UDFിന്റെ അഭിപ്രായം UDF അപ്പം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാരം സ്ഫുരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചിട്ടില്ല. ഞാനടക്കം എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറയില്ല. അത് അവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നേരെ UDF വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. PV അൻവർ ഇടതുപക്ഷ മുന്നണിയെ ഒറ്റു നൽകിയ രാഷ്ട്രീയ യൂദാസ് എന്ന MP ഗോവിന്ദൻ. കാലു പിടിക്കുമ്പോഴും മുഖത്ത് ചെളിവാരിയെറിയുകയാണെന്ന ആരോപണമാണ് UDFിനെ പറ്റി അൻവർ ഉന്നയിച്ചതെന്നും CPM സംസ്ഥാന സെക്രട്ടറി. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവറിന് അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങളില്ല. അതിൽ UDFുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടല്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിൽ പ്രതികരിച്ച PV അൻവർ ഞാനൊക്കെ കറിവേപ്പില കഴിക്കുന്ന ആളാണെന്നും കറിവേപ്പില പോഷക ഗുണമുള്ള ഭക്ഷണമാണെന്നുമായിരുന്നു അൻവറിന്റെ മറുപടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്, കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും. നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ. ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പില. ആ കറിവേപ്പിലയെ പോലെ എന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ. വസ്തുത ഇല്ല എന്ന് പറയും. ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ. എല്ലാ പോഷക ഗുണങ്ങളും മുക്കി സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക, ആ ടേസ്റ്റ് ആക്കിയിട്ട് ആ കറിവേപ്പില എടുത്ത് മാറ്റും. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു കറിവേപ്പിലയുടെ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. മലയോര കർഷകരുടെ പ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും നിലമ്പൂരിൽ പ്രചാരണ വിഷയങ്ങളാണെന്നിരിക്കെ മലപ്പുറം കരുവാരക്കുണ്ട് കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയതും സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് UDF. പിടികൂടുന്ന വന്യമൃഗങ്ങളെ തിരിച്ചുവരാൻ കഴിയാത്ത വിധത്തിൽ ഉൾക്കാട്ടിൽ വിടുന്നുവെന്ന വനം വകുപ്പിന്റെ വിശദീകരണം ചോദ്യം ചെയ്തുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനാണ് UDFിന്റെ നീക്കം. കടുവയ്ക്ക് കെണിവെച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് LDFിനെ ആക്രമിക്കാനാണ് UDFിന്റെ നീക്കം. കരുവാരക്കുണ്ട് മേഖലയിൽ ആളക്കൊല്ലി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 2 ആഴ്ച പിന്നിട്ടിട്ടും ഫലം കാണാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത മണ്ഡലമായ വണ്ടൂരിലാണിത് സംഭവിക്കുന്നതെങ്കിലും നിലമ്പൂരിലെ മുഖ്യ പ്രചരണ വിഷയങ്ങളിൽ ഒന്നാണ് കാളികാവിലെ ആളക്കൊല്ലി കടുവ. ഇതിനിടെയാണ് കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. UDFിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള AP അനിൽകുമാറിന്റെ മണ്ഡലമായ വണ്ടൂരിലാണ് പുലി കുടുങ്ങിയ കരുവാരക്കുണ്ട് മേഖല. വന്യമൃഗങ്ങളെ ഉൾക്കാട്ടിൽ കൊണ്ടുപോയാണ് വിടാറുള്ളതെന്ന വനം വകുപ്പിന്റെ വിശദീകരണത്തെ തള്ളിക്കൊണ്ട് AP അനിൽകുമാർ രംഗത്ത് വന്നു. മനുഷ്യനെ ആക്രമിക്കുന്ന വന്യജീവികളെ ജീവനോടെയല്ല പിടികൂടേണ്ടതെന്നും അനിൽകുമാർ പറഞ്ഞു. മനുഷ്യനെ കടിച്ചു കൊല്ലുന്ന പുലി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. മുഖ്യമന്ത്രി പറയുന്നു വനം ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വെറും വാക്ക് പറയുകയല്ല, അത് പ്രായോഗികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞങ്ങൾ ജീവനോടെ ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടരുത് എന്ന് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ മലയോര കർഷകരാണ് നിലമ്പൂരിലെ വോട്ടർമാരിൽ വലിയൊരു ഭാഗം. മലയോര മേഖലയുടെ പ്രശ്നങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ UDFിന്റെ മുഖ്യ പ്രചരണ വിഷയങ്ങളിലൊന്നും. കാട്ടാന ആക്രമണവും കടുവയെ പിടികൂടാത്തതുമൊക്കെ അവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ഇത് വലിയ പ്രചരണ വിഷയമാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് UDF നീക്കം. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി RCC സ്കൂളിന് സമീപം ഗ്രീൻ ഗാർഡനിലാണ് ഒറ്റയാനെത്തിയത്. സിബു എന്ന കർഷകന്റെ വീടിന്റെ മതിൽ കാട്ടാന തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചാണ് പിന്നീട് ആനയെ തുരത്തിയത്. കനത്ത മഴയിലും ഇടുക്കി ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം. അടിമാലി വാളറയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി. ഇന്നലെ രാത്രി പള്ളിപ്പടിയിൽ റൈജുവിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടുകൊമ്പനെത്തിയത്. വീട്ടുകാർ ഉണർന്ന് ആനയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും പുലർച്ചെയോടെയാണ് ആന തിരികെ കാട് കയറിയത്. മഴ അതിശക്തം.
സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 7 മരണം. സംസ്ഥാനത്ത് 60 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 429 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 27 പേർ മരിച്ചു, 123 പേർക്ക് പരിക്കേറ്റു. 68 വീടുകൾ പൂർണ്ണമായും 2644 വീടുകൾ ഭാഗികമായും തകർന്നു. സംസ്ഥാന വ്യാപകമായി ശക്തമായ കാറ്റിലും മഴയിലും ഇന്നും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ട്രെയിൻ, റോഡ് ഗതാഗതത്തെയും മഴ കാര്യമായി ബാധിച്ചു. കോട്ടയം പാറയ്ക്കൽക്കടവിൽ മീൻ പിടിക്കാൻ വള്ളത്തിൽ പോയ 2 പേർ വള്ളം മുങ്ങി മരിച്ചു. പാറയ്ക്കൽക്കടവ് പാറത്താഴെ ജോബി വിജെ, പോളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ജോഷി നീന്തി രക്ഷപ്പെട്ടു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. 300-ലേറെ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് പുല്ലുവിള സ്വദേശി തദയൂസ് മരിച്ചു. ചെമ്പഴന്തിയിൽ മരം വീണ് തകർന്ന വീട്ടിലുണ്ടായിരുന്ന വയോധിക അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വെമ്പായത്തും വീടിന് മുകളിൽ മരം വീണു. കഴക്കൂട്ടത്ത് സൈനിക നഗറിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കൊല്ലത്ത് കുണ്ടറയിൽ വീടിന് മേൽ മരം വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. ചാത്തന്നൂർ ദേശീയപാതയിലും വാളകം ആണ്ടൂരിലും മരം കടപുഴകി. കൊട്ടാരക്കര പുത്തൂർ ചീരങ്കാവ് റോഡിൽ 11 kV പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു. അഞ്ചലിൽ കടകളുടെ ബോർഡുകൾ നിലംപൊത്തി. അമ്പലക്കരയിൽ വീട് തകർന്നു. വെട്ടിക്കവല ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. മൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കടമുറി കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ കാറ്റിൽ കൊല്ലം കാവനാട് മരച്ചില്ല വീണ കാർ തകർന്നു. പത്തനംതിട്ടയിലും വ്യാപകമായ നാശനഷ്ടമാണ്. 150-ലധികം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നദികളിൽ ജലനിരപ്പും ഉയരുകയാണ്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ പൊഴിമുറിച്ചെങ്കിലും പലയിടങ്ങളിലും വെള്ളം കയറി. കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പുറക്കാട്, തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചക്കുളത്തുകാവ് ക്ഷേത്ര പരിസരത്തും റോഡിലും വെള്ളം കയറി. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരിച്ചു. അമ്മാങ്കുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ചെറായി തൃക്കടാപ്പിള്ളിയിൽ വഞ്ചി മുങ്ങി കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. മുനമ്പത്ത് ബോട്ടിൽ നിന്ന് കാൽ വഴുതി വീണ ബംഗാൾ സ്വദേശി രാമകൃഷ്ണ വിശ്വാസ് മരിച്ചു. ഇടുക്കി മുള്ളരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിന് മേൽ മരം വീണു. 5.48 കോടി രൂപയുടെ കൃഷിനാശം ജില്ലയിൽ സംഭവിച്ചെന്നാണ് പ്രാഥമിക കണക്കുകൾ. 350.8 ഹെക്ടറിലായി 3218 കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചു. വിളവെടുക്കാറായ വാഴയും ഏലവുമെല്ലാം വെള്ളത്തിലായി. മാട്ടുക്കട്ടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിൽ മരം വീണു. ഗ്യാരേജിലുണ്ടായിരുന്ന 2 വാഹനങ്ങൾ നശിച്ചു. ഇടുക്കിയിൽ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. 2342 അടിയാണ് ഇടുക്കി ഡാമിൽ നിലവിൽ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ 128.4 അടിയാണ് ജലനിരപ്പ്. പാലക്കാട് തച്ചനാട്ടുകര അമൂരിക്കുണ്ട് പാടശേഖരത്ത് വൻ കൃഷിനാശമുണ്ടായി. കുലച്ച വാഴകൾ നിലംപൊത്തി. പട്ടാമ്പി കൊപ്പത്ത് റോഡിന്റെ വശമിടിഞ്ഞു. കണ്ണൂർ താവക്കരയിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് 50ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എടക്കാട് മാരാങ്കണ്ടിത്തോട്ടിൽ പോത്ത് ഒലിച്ചെത്തി. എടക്കാട് കുസൻമുക്ക് മാരാക്കണ്ടിത്തോട് കരകവിഞ്ഞു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഒലിച്ചുപോയി. പാലക്കുന്നിൽ തോട്ടിൽ വീണ കരിപ്പൊടി സ്വദേശി സാദിഖ് മരിച്ചു. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന ചെർക്കളയിലും മണ്ണിടിഞ്ഞു. ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത്. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോട്ടയം ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. മുൻപ് നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട്, 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. നാളെ മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ മഴ തുടരും. മംഗളൂരു ഉള്ളാളിൽ മണ്ണിടിച്ചിലിൽ 4 മരണം. ഒരു കുടുംബത്തിലെ 3 പേരുൾപ്പെടെയാണ് 4 മരണം. ദക്ഷിണ കന്നഡ ജില്ലയിലെ കനത്ത മഴയിലാണ് വീടുകൾ തകർന്നുള്ള അപകടം. തോട്ടബങ്കരയിലും അളിവ ബാഗിലുവിലും വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായി. തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ മംഗളൂരുവിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ 3 പേരടക്കം 4 മരണം. മംഗളൂരു ഉള്ളാൾ മണ്ടേപ്പാടുവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് സ്ത്രീയും പേരമക്കളും മരിച്ചു. കാന്തപ്പ പൂജാരി എന്നയാളുടെ വീടിന് മുകളിലേക്ക് പുലർച്ചെയാണ് ചെറുകുന്ന് ഇടിഞ്ഞു വീണത്. ഇവരുടെ ഭാര്യ പ്രേമയുടെ മൃതദേഹം രാവിലെ രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തിരുന്നു. തകർന്ന കോൺക്രീറ്റ് ബീമുകൾക്കിടയിലാണ് ഇവരുടെ മകന്റെ ഭാര്യ അശ്വിനിയും 2.5 1.5 വയസ്സുള്ള കുട്ടികളും കുടുങ്ങിയത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കുട്ടികളെ പുറത്തെടുത്തപ്പോഴേക്കും മരിച്ചിരുന്നു. സാരമായി പരിക്കേറ്റ അശ്വിനിയും കാന്തപ്പ പൂജാരിയും മംഗളൂരുവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ അപകടമുണ്ടായതിന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം കനകര എന്ന സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 7 വയസ്സുകാരിക്കും ജീവൻ നഷ്ടമായി. നൌഷാദിന്റെ മകൾ ഫാത്തിമ നെയ്മയാണ്
വീടിന്റെ ചുമരിടിഞ്ഞു വീണ് മരിച്ചത്. വീടിന് പിറകിലെ കുന്ന് കനത്ത മഴയിൽ ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിച്ചതിനെ തുടർന്നാണ് ചുമർ തകർന്നത്. ഇതിനിടയിൽ തോട്ടബങ്കര അളിവ ബാഗുളുവിൽ ശക്തമായ കാറ്റിലും മഴയിലും വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായി. യശ്വന്ത്, കമലാക്ഷ എന്നിവരെയാണ് കാണാതായത്. ഇവർക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. ന്യൂസ് 18 മംഗളൂരു. ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് വിരമിക്കൽ ആനുകൂല്യം ഉടൻ നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇന്നു മുതൽ 2 ആഴ്ചയ്ക്കകം മുഴുവൻ ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് നിർദ്ദേശം. ആനുകൂല്യം നൽകാത്ത സർക്കാർ നടപടിയെ ഹൈക്കോടതി വിമർശിച്ചു. കമൽ ഹാസൻ നായകനായി എത്തുന്ന ചിത്രം തഗ് ലൈഫിന് കർണാടകയിൽ നിരോധനം. ഭാഷാ വിവാദത്തിൽ നടൻ മാപ്പ് പറയാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് റിലീസ് നിരോധിക്കാൻ കർണാടക ഫിലിം ചേംബർ തീരുമാനിച്ചത്. നടനെതിരെ ബിജെപിയും കന്നഡ ഭാഷാ സംഘടനകളും രംഗത്തെത്തിയതോടെയാണ് വിവാദം ശക്തമായത്. നടൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും ഇതിനെ അപലപിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി ശോഭ കരന്ദലജെ പറഞ്ഞു. പാകിസ്ഥാൻ യാചിച്ചതുകൊണ്ട് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തത്. ന്യൂക്ലിയർ ബോംബുകളെ രാജ്യം ഭയപ്പെടുന്നില്ല. ഭീകരവാദത്തിന് തക്കതായ മറുപടി നൽകും. കാൺപൂരിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിമാനവാഹിനി യുദ്ധക്കപ്പൽ INS വിക്രാന്ത് സന്ദർശിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ INS വിക്രാന്തിലെ നാവിക ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനാണ് അദ്ദേഹം കപ്പലിലെത്തിയത്. ഗോവൻ തീരത്താണ് ഇപ്പോൾ INS വിക്രാന്ത് ഉള്ളത്. മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഗൂഢാലോചന ആരോപിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ നടൻ ഉണ്ണി മുകുന്ദൻ DGPക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമാണ് പരാതി നൽകിയത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ IPL എലിമിനേറ്ററിൽ ഇന്ന് മുംബൈ ഗുജറാത്ത് പോരാട്ടം. രാത്രി 7:30 ചണ്ഡീഗഡിലാണ് മത്സരം. ഇന്ന് ജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ നേരിടും. ഗുജറാത്ത് ടൈറ്റൻസ് 3ാം സ്ഥാനത്തും മുംബൈ ഇന്ത്യൻസ് 4ാം സ്ഥാനത്തുമാണ് ഉള്ളത്. പൂർണ്ണമാകുന്നു ലൈവ് 6 ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.